അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ നമുക്കങ്ങനെ ഓരോ കാര്യങ്ങൾ തോന്നാൻ നിങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നു. കുറേ ആൾക്കാർ മനസ്സിലേക്കും കുറേ ആൾക്കാർ അത് പറയും. അപ്പം നമ്മളിപ്പം വാർത്തയിലും അല്ലെങ്കിൽ ഫോണിലും മീഡിയകളിലൊക്കെ കൂടുതൽ കാണുന്നത് ഇപ്പം എലക്ഷൻ്റെ ഒരു പ്രചരണങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് മുമ്പത്തെയാണോ പണ്ടത്തെ വീഡിയോ ആണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെയൊക്കെ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ കേട്ടതാണ്, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഉരുൾപൊട്ടുമായിരുന്നു, ദൈവത്തിന് രക്ഷിക്കാൻ പറ്റൂലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ, ദൈവത്തിനെന്താ അതൊക്കെ രക്ഷിച്ചുകൂടായിരുന്നു, അതില്ലാതെ തടയാൻ പറ്റൂലേ, അങ്ങനെയൊക്കെ ഇങ്ങനൊരു പ്രസംഗത്തിൻ്റെ ഇടയിൽ പറയുന്നതാണ് കേട്ടത്. അപ്പം ദൈവത്തിന് പിന്നെ ഞാൻ പറയുന്നതിലൊന്നും വിചാരിക്കരുത്, ഞാനൊരു ദൈവവിശ്വാസിയാണ്, അതെൻ്റെ വിശ്വാസമാണ്. അതിൽ ദൈവത്തെ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ നമ്മളെ പേഴ്സണൽ റൈറ്റ്സാണ്. അപ്പം ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള അന്നൊക്കെ അത് കേട്ടപ്പം വിചാരിച്ചയ്യോ. പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട് ദൈവം ഇല്ല എന്ന് അവർ പറയുന്നത് സത്യം തന്നെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വെള്ളപ്പൊക്കം വന്നപ്പോഴും ഉരുൾപൊട്ടിയപ്പോഴും ഓരോ ആൾക്കാർ അവസ്ഥ അറിഞ്ഞിട്ട് സാധാരണക്കാരും കാശുള്ളവരും ഒക്കെ ഒരുപാട് ഹെൽപ്പ് നമുക്ക് ഓരോ ഫണ്ടുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ ഒരാൾക്കും അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറയുകയല്ല, ഞാനൊരു രാഷ്ട്രീയം പറയുക ഒന്നുമല്ല, ആർക്കും കിട്ടിയിട്ടില്ല. അപ്പം എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഇത്. അപ്പം നമ്മൾ ഈ അനുഭവിച്ച ആൾക്കാർ, ഈ ഉരുൾപൊട്ടലിലും ഒക്കെ വീട് നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യണം, ഒന്നുമില്ലാതെ നിൽക്കുകയാണ്. അപ്പം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ആ അവസ്ഥ വരില്ല. കാരണം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫണ്ടുകളും വന്നിട്ടുണ്ട്. പിന്നെ വേറൊന്നും കൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, ഈ പൈസകളൊക്കെ കിട്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പൈസകളൊക്കെ അവർക്കൊന്നും ഇതുവരെയും ഒരു ദോഷം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അർഹിക്കുന്ന കൈകളിലേക്ക് അതെത്തായിരുന്നു. ആ പൈസ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഫലവും കിട്ടുമായിരുന്നു. ഇതൊന്നും സംഭവിക്കാത്തടത്തോളം കാലം ആ പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അത് സത്യം തന്നെ. എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്കോ?